ശബരിമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ചോദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത SP യതീഷ് ചന്ദ്രയ്ക്ക് പണി പാഴ്സലായി വരുന്നു. കേന്ദ്രമന്ത്രിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച് റിച്ചാർഡ് ഹേ MP നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള ആഭ്യന്തര സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. SP-യെ പിരിച്ചുവിടണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. മന്ത്രിയോട് മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിയോടും ഭക്തരോടും യാതൊരു മര്യാദയുമില്ലാതെയാണ് SP പെരുമാറിയതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് പരാതിയില്ലാത്തതിനാലാണ് SP-ക്കെതിരെ നടപടിയുണ്ടാകാതിരുന്നത്. മുമ്പും ഇതേ SP സാധാരണക്കാരോട് മോശമായി പെരുമാറുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത സമരത്തിന് നേരെ ക്രൂരമായി ലാത്തിചാർജ് നടത്തുകയും ചെയ്തതായും ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാർ യതീഷ് ചന്ദ്രയെ രക്ഷിക്കാനേ ശ്രമിക്കൂ. കാരണം സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാഞ്ഞത്. മന്ത്രിക്കൊപ്പം വന്ന് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടണമെന്നായിരുന്നു ആവശ്യം. മന്ത്രിയോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന് SP ചോദിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന BJP നേതാവ് AN രാധാകൃഷ്ണൻ ക്ഷുഭിതനാവുകയും ചെയ്തിരുന്നു. യതീഷ് ചന്ദ്രയ്ക്കെതിരെ പൊൻ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജന് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് അറിയുന്നത്. അതിനെ തുടർന്നാണ് BJP സംസ്ഥാന നേതൃത്വം റിച്ചാർഡ് ഹേ MP വഴി പരാതി നൽകിയത്. എന്നാൽ പാർലമെന്ററി സമിതി യതീഷ് ചന്ദ്രയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ നവംബർ 21-നാണ് ശബരിമല ദർശനത്തിനായി പൊൻ രാധാകൃഷ്ണൻ നിലയ്ക്കലെത്തിയത്. പ്രളയത്തിൽ പമ്പ തകർന്നു കിടക്കുന്നതിനാൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാനാകില്ലെന്നും മണ്ണിടിച്ചിലടക്കം ഉണ്ടാകുമെന്നും SP പറഞ്ഞിട്ടും വാഹനം കടത്തിവിടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെങ്കിൽ കടത്തിവിടാമെന്ന് മറുപടി നൽകിയതാണ് വിവാദമായത്. ദർശനം കഴിഞ്ഞ് മന്ത്രി തിരികെ എത്തിയപ്പോഴും വിവാദമുണ്ടായി. മന്ത്രിക്ക് പിന്നാലെ വന്ന സ്വകാര്യ വാഹനങ്ങൾ SP ഹരീഷ് തടഞ്ഞിരുന്നു. തുടർന്ന് മന്ത്രി തിരികെ വന്ന് വിശദീകരണം തേടി. അസമയത്ത് കണ്ട വണ്ടി ആയതിനാലാണ് തടഞ്ഞതെന്ന് SP അറിയിച്ചതോടെ മന്ത്രി മടങ്ങുകയായിരുന്നു. തുടർന്നാണ് മന്ത്രി പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ പാർലമെന്റ് ചുമതലപ്പെടുത്തിയ പരിപാടിക്ക് മന്ത്രി പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലേ അവകാശ ലംഘനമാകൂവെന്ന് ലോക്സഭാ സെക്രട്ടറിയായിരുന്ന PDP ആചാരി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.